ഹായ് ജെയ് ആസ്പിരൻസ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ജെയ്മീനിൻ്റെ ഫേസ് 1 റിസൾട്ട് വന്നപ്പോൾ സൈലത്തിൻ്റെ മിന്നും താരങ്ങളിൽ ഒരാളാണ് ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്, മുഹമ്മദ് സനത്. സനതെ, എന്താണ് സനദിന് പറയാനുള്ളത്? ജെയ്യുടെ ഒരു യാത്ര കഴിഞ്ഞല്ലോ, ഇതിലിപ്പോൾ നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലേ? ഒരു ഫേസ് കഴിഞ്ഞു, നല്ല ഗംഭീര റിസൾട്ടാണ്. അപ്പോൾ സനദിൻ്റെ റിസൾട്ടിനെ കുറിച്ച് സനത് തന്നെ പറഞ്ഞു, എത്ര പെർസെൻറ്റേജ് എന്താണിപ്പോൾ തോന്നുന്നത്? ഞാനിപ്പോൾ ജെയ്മീന് സെഷൻ 1 എനിക്ക് ഇപ്പോൾ കിട്ടിയ പെർസെൻറ്റേജ് 99.29%. അപ്പോൾ വളരെ ഹാപ്പിയാണ് ഈ ഒരു മാർക്ക് കിട്ടിയതിന്. നമ്മുടെ അത്രയും ഈ ഒരു ടൈമിൽ ആ ഹാർഡ് വർക്കിന് ഉള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. വലിയ ഹാപ്പിയാണ്. സനത്, എനിക്ക് തോന്നുന്നു ഈ വർഷമല്ല ആദ്യമായിട്ട് സൈലത്തിലേക്ക് വരുന്നത് അല്ലേ? അല്ല, നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു സനത് അല്ലേ? അതെ. എന്നിട്ട് ആ സമയത്ത് ആ വർഷം ജെയിൽ എത്രയായിരുന്നു സ്കോർ? ജെയ് മെയിനിൽ എത്രയായിരുന്നു സ്കോർ? ആ വർഷം എനിക്ക് +2 ഒപ്പം അറ്റൻഡ് ചെയ്തപ്പോൾ 95.6 ആണ് പെർസെൻറ്റേജ് കിട്ടി. അതായത് +2 ബോർഡ് എക്സാമിനൊപ്പം നമ്മൾ ജെയ്ക്കും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് 95.6% കിട്ടി. ഓക്കെ, വെരി ഗുഡ്. അവിടെ നിന്നാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും സൈലം ചൂസ് ചെയ്തിട്ടുണ്ടാവുക? സൈലം ഇതുപോലെ ഞാൻ +2 സൂപ്പർ കിങ്സ് ചേർന്ന്. അതിൻ്റെ മുമ്പ് ഞാൻ 10 നിന്നൊക്കെ ലൈവ് ഇതൊക്കെ കണ്ടിരുന്നു. പിന്നെ സൈലത്തിൻ്റെ ക്ലാസ് +1 ഇങ്ങനെ കാണലുണ്ട്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ നല്ല ക്ലാസ് തന്നെയാണ്. പിന്നെ +2 സൂപ്പർ കിങ്സിനെ ഞാൻ ചേരാൻ വിചാരിച്ചു, ക്ലാസ്സിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ 95.6 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർസെൻറ്റേജ് കിട്ടി. അപ്പോൾ പിന്നെ ഇനി റിപ്പീറ്റ് ചെയ്താൽ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഒരു ഇതിൽ ആണ് ഞാൻ പിന്നെ സൈലത്തിൽ തന്നെ ഓഫ്ലൈനായി കണ്ട് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, സൈലത്തിൽ എനിക്ക് തോന്നുന്നു സനതൊരു പ്രത്യേക ബാച്ചിലായിരുന്നു അല്ലേ? അതെ, ആ ബാച്ചിന് പേരുണ്ട്, സൂപ്പർ 30 ബാച്ചിലായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ നല്ല പെർസെൻറ്റേജിൽ ഇട്ട് ആളുകളെ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ച്. ഓക്കെ, ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൂടുതൽ ആളുകളിലേക്ക് സൂപ്പർ 30യുടെ കാര്യങ്ങൾ അറിയേണ്ടതെന്ന് തോന്നുന്നു. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അറിയാം. സൂപ്പർ 30 എന്ന് പറയുന്നത് സൈലത്തിൻ്റെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. അതായത് ജെയ് അഡ്വാൻസിന് വേണ്ടി നമ്മുടെ മക്കളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ബാച്ചാണ് സൂപ്പർ 30 എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പോൾ സനത് സൂപ്പർ 30യിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പം നിലവിൽ ജെയ് മെയിൻ്റെ ഫേസ് 1 97% അതിന് മുകളിലോ സ്കോർ ചെയ്ത മക്കൾക്ക് ജെയ് അഡ്വാൻസിന് വേണ്ടിയും ഫേസ് 2 വേണ്ടിയുള്ള പ്രിപ്പറേഷന് സൂപ്പർ 30യിലേക്ക് കടന്നു വരാം. നമ്മൾ എറണാകുളത്തും കോഴിക്കോടൊക്കെ സൂപ്പർ 30യുടെ ബാച്ചസ് പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 97% അതിന് മുകളിലോ ആണ് നിങ്ങളുടെ സ്കോർ ഫേസ് 1 തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് സൂപ്പർ 30യിൽ എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിഷൻ എടുക്കാൻ പറ്റും. കേരളത്തിലെ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ ഒക്കെ ലെജൻസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുക. ആ ലെജൻസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു സനത് തന്നെ പറയായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഞങ്ങൾക്ക് മെയിനായിട്ട് ഈ 3 സബ്ജക്റ്റിനും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് എടുത്തിരുന്ന മാത്തമാറ്റിക്സിന് ഇക്ബാൽ സാറ്, കെമിസ്ട്രിക്ക് റിജു സാറ്, പിന്നെ ഫിസിക്സിന് GP സാറ്. 3 പേരെന്ന് പറഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിൽ അത്ര എക്സ്പേർട്ടാണ്. അത്രയും ടോപ്പ് ക്ലാസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ കൊണ്ട് തന്നെ കാരണം തന്നെയാണ് ഏകദേശം ഈ ഒരു പെർസെൻറ്റേജിലേക്ക് എത്താനുള്ളത്. ഇക്ബാൽ സാർ എന്നൊക്കെ പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഒക്കെ അത്രയും കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ കൺവിൻസ് ചെയ്തിട്ട് വിടുള്ളൂ. അത്രയും ഡീപ്പായിട്ട് പഠിപ്പിച്ചിരുന്നു സാർ. അപ്പോൾ പിന്നെ സാറിൻ്റെ പല ടാക്ടിക്കും ഇതൊക്കെ ആ മാത്സിനാണ് ഞങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ. അതുകൊണ്ട് മാത്സിനെ നല്ല ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ റിജു സാർ എന്ന് പറഞ്ഞാൽ അത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള റിജു സാറും GP സാറായാലും അത്ര എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ 3 പേരും അടിപൊളിയാണ്. അത്രയും നല്ല ബെസ്റ്റ് ക്ലാസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ രാജാക്കന്മാരൊക്കെ പറയില്ലേ, ഫിസിക്സിലെ കെമിസ്ട്രിയുടെ മാത്സിലൊക്കെ രാജാക്കന്മാരെന്ന് പറയുന്ന ആ ഒരു പ്രൗഢിയോടുകൂടി പറയേണ്ട 3 പേരാണ് ആക്ച്വലി GP സാറ്, റിജു സാറുടെയും ഇക്ബാൽ സാറുടെയും ഒക്കെ. സൂപ്പർ 30യുടെ ക്ലാസ്സുകൾ ആക്ച്വലി എങ്ങനെയായിരുന്നു സനതെ? ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രാവിലെ 6 മണി മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്റ്റലിൻ്റെ മുമ്പിൽ തന്നെ ക്ലാസ് ഉണ്ടാക്കി തരും. അപ്പോൾ ആ ട്രാവൽ ചെയ്യുന്ന ടൈമും കൂടി നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അതുകൂടി കട്ട് ചെയ്തിട്ട് അതിനു വേണ്ടി ഹോസ്റ്റലിൻ്റെ മുമ്പിൽ തന്നെ ക്ലാസ് വെച്ചിട്ട് നേരെ ഒരു 6 മണിക്ക് തന്നെ ക്ലാസ്സിൽ പോകും. പിന്നെ ഒരു ഈവനിങ് ചിലപ്പോൾ 6 മണി വരെ ഉണ്ടാവും, ചിലപ്പോൾ 4:30 വരെ ഉണ്ടാവും. അങ്ങനെ ക്ലാസ് മാക്സിമം കുറേ ടൈം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ സാധാരണ ക്ലാസ്സിൽ വന്നിരിക്കും ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എന്നുള്ളൊരു ടൈം ഉണ്ടാവില്ല ക്ലാസ്സിന്. അങ്ങനത്തെ ടൈമിംഗ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല? ടൈമിംഗ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ചില ക്ലാസ്സുകാർ കുറച്ചും കൂടി എടുക്കേണ്ടത് വെച്ചാൽ എല്ലാവരും വില്ലിങ് ആയിക്കാണ്ട് ചെയ്യുന്നതാണ്. കാരണം എല്ലാവരും അത്രയും ഇൻട്രസ്റ്റോടെ ഇരിക്കേണ്ട ക്ലാസ്സാണ്. എത്ര പേരുണ്ടായിരുന്നു നിങ്ങളുടെ സൂപ്പർ 30 ബാച്ചിൽ? സൂപ്പർ 30 ബാച്ചിൽ അറൗണ്ട് ഒരു 30 to 40. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഈ ടീച്ചേഴ്സ് നിങ്ങളുടെ തൊട്ടടുത്തുണ്ടാവും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ വല്ല ഹോളിഡേ ചിലപ്പോൾ ലീവൊക്കെ ഉണ്ടെങ്കിൽ സാർമാർ ഇങ്ങനെ ഈ ഒരു ഒഴിവിനനുസരിച്ച് വരും. നമുക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. വന്നിരുന്നാണ്ട് നമുക്ക് ഏത് ഡൗട്ട് എങ്ങനെ ചോദിച്ചാലും അത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് പറഞ്ഞു തരും ചെയ്യും.
ഓക്കെ. അപ്പോൾ സൂപ്പർ 30 എന്ന് പറയുന്നത് സത്യത്തിൽ സനദിൻ്റെ ഒരു ജയ് യാത്രയിൽ വലിയ റോൾ സൂപ്പർ 30 ഉണ്ടെന്നാണ് സനത് പറയണത് അല്ലേ? ഓക്കെ. വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു സപ്പോർട്ട്? കാരണം നമ്മൾ +2 ബോർഡ് എക്സാമിനൊപ്പം അതും എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം, സനത് സ്റ്റേറ്റ് സിലബസ് പഠിച്ച ഒരാളാണ്. പുതിയ നമ്മുടെ നാട്ടിലൊരു ധാരണയുണ്ട്, സ്റ്റേറ്റ് സിലബസ് പഠിച്ച് വരുന്നവർക്ക് ജയ് കിട്ടില്ല എന്നൊരു ധാരണയുണ്ട്. ആ ധാരണ പൊളിച്ചെഴുതിയ ഒരാൾ കൂടിയാണ് സനത് എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടിൽ പാരൻസ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ എന്നെ ഒന്നിനും പുഷ് ചെയ്തില്ല, ഇന്ന് ചെയ്യണം, എഞ്ചിനീയറിംഗ് എടുക്കണം, ജയ് പഠിക്കണം, എത്ര പെർസെൻറ്റേജ് അങ്ങനെ ഒരു ഇതില്ല. ഈ എന്നെ കൊണ്ട് കഴിയേണ്ട രീതിയിൽ പഠിക്കാന്നുള്ള പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രീ ആയി കണ്ട് പഠിച്ചാൽ പറ്റിയിട്ടുണ്ട് എല്ലാ കാര്യത്തിനും. എന്തുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു, എൻ്റെ ഇഷ്ടത്തിന് ഈ പോയിക്കോ എന്നുള്ള രീതിയിൽ. എൻ്റെ താല്പര്യത്തോടെ തന്നെയാണ് ഞാൻ ഈ ജയിക്കുന്നത്, IIT എന്നുള്ള ഒരു എയിം. ഓക്കെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, അപ്പോൾ എന്നായിരിക്കും ആദ്യമായിട്ട് ഇപ്പോൾ ഒരു IIT-യിൽ എത്തണം അല്ലെങ്കിൽ ഒരു ജയ് ഒക്കെ ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായതെന്നായിരിക്കും? ആക്ച്വലി ഞാൻ ഒരു 10 വരെ എഞ്ചിനീയറിംഗ് ഒരു എടുക്കൂല, ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഒരു പ്ലാനും ഉണ്ടായില്ല. എനിക്ക് എഞ്ചിനീയറിംഗ് അത്ര താല്പര്യം ഉണ്ടായില്ല അതോളം. പിന്നെ ഞാൻ 10 കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താന്നുള്ള ഒരു ചോദ്യം ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ യൂട്യൂബിൽ തന്നെ കുറേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ നോക്കിയപ്പോഴാണ് ഈ IIT-നെ കുറിച്ച് കണ്ടത്. പിന്നെ എൻ്റെ അമ്മോനും ഇതിൻ്റെ മുമ്പ് എഴുതുന്ന ആളാണ്. അപ്പോൾ മുപ്പരും പറഞ്ഞു ഇതൊന്ന് നോക്കാം, IIT ഒക്കെ നോക്കാം, വെറുതെ ഒന്ന് നോക്കിയാൽ മതി പറഞ്ഞിട്ട് അതിൻ്റെ ക്യാമ്പസ് IIT മദ്രാസിൻ്റെ ഒക്കെ ക്യാമ്പസ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ ആ ഒരു ക്യാമ്പസും അതിൻ്റെ കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഒപ്പം ഉള്ള IIT പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്തൊരു ഫെസിലിറ്റി ആയാലും പ്രോഗ്രാം ആയാലും IIT-യിലാണല്ലോ ഉണ്ടാവല്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ IIT-യിൽ പഠിക്കുക എന്നുള്ള ഒരു മെയിൻ എയിമായി കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ എഞ്ചിനീയറിംഗിൽ ഇന്ന ബ്രാഞ്ച് വേണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതാണ് IIT എന്നുള്ള ഒരു ഇതിന് വേണ്ടിയാണ് ഞാൻ JEE-നെ തിരഞ്ഞെടുത്തത്. ഓക്കെ, എന്തായാലും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഏകദേശം എത്തിയല്ലോ, അതിന് തൊട്ടടുത്ത് എത്തിയല്ലോ. ഇപ്പോൾ JEE അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ കൂടിയല്ലേ ഉള്ളൂ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി 10 മണി വരെ ക്ലാസ്സസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലോങ് സെഷൻസ് ആയിരിക്കില്ലേ? അപ്പോൾ ഇത്രയും ലെങ്തി ആയ സെഷൻസ് ഒക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കുറേ ആകുമ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകില്ലേ? നമ്മളെ പ്രിപ്പറേഷൻ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഡീമോട്ടിവേറ്റഡ് ആവും. പക്ഷേ അത് ടീച്ചേഴ്സ് ആയാലും മെൻറ്റേഴ്സ് ആയാലും ഒക്കെ വന്നിട്ട് നമ്മളോട് ഇപ്പോൾ ക്ലാസ്സിലായാലും എന്തെങ്കിലും മാർക്കുകൾ കുറഞ്ഞാൽ നമ്മളോട് ചോദിക്കും എന്താണ് ഇങ്ങനെ പറ്റിയത്, അഡീഷണൽ ആയി കണ്ട എന്തെങ്കിലും ക്ലാസ്സോ അല്ലെങ്കിൽ സപ്പോർട്ടോ ആണോ എന്നൊക്കെ ചോദിക്കും. പിന്നെ അല്ല ഇപ്പോൾ നമുക്ക് ഞങ്ങളുടെ മെൻറ്ററായാലും നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്തെങ്കിലും പറയാം. ഇപ്പോൾ മെൻറ്ററായാലും വാർഡനായാലും നല്ല സപ്പോർട്ടീവാണ്. നമുക്ക് ആ ഒരു അത്ര നല്ലൊരു ബോണ്ട് മാതിരി ഉണ്ട്. പിന്നെ ടീച്ചേഴ്സ് ആയാലും ഇക്ബാൽ സാറൊക്കെ പേഴ്സണലായി കണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുക, എന്തായാലും ഞാൻ ഉണ്ടാവും ഒക്കെ പറഞ്ഞു. വളരെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ നമ്മളൊപ്പമുള്ള ആളുകളായാലും പിയേഴ്സ് ആയാലും അത്യാവശ്യം നല്ല സപ്പോർട്ടീവും ഇതൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ phase 1-ൽ നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു സ്കോറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്? JEE അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണോ അതോ phase 2-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ ആക്ച്വലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ? ഇനിയിപ്പോൾ അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ അത്യാവശ്യം ഒരു സെക്യൂർ ആയിട്ടുള്ള പെർസെൻറ്റേജ് കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അഡ്വാൻസിന് കംപ്ലീറ്റ്ലി ഫോക്കസ് കൊടുക്കാണ്ട്. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ ശരതേ, ഇപ്പോൾ phase 1-ൽ ഈ ഒരു പ്രതീക്ഷിച്ച സ്കോറൊന്നും കിട്ടാത്ത കുറേ മക്കൾ ഇപ്പോഴും പുറത്തുണ്ട്. കുറേ JEE ആസ്പിരൻസ് ഉണ്ട്, എനിക്കറിയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്ന മെസ്സേജുകളൊക്കെ phase 1-ൽ ഇത്രയേ ഉള്ളൂ, 80% ഉള്ളൂ അല്ലെങ്കിൽ 75 ഉള്ളൂ, അവർ പ്രതീക്ഷിച്ച ഒരു 90% മുകളിൽ പ്രതീക്ഷിച്ച് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം, phase 2-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ phase 2 നമ്മൾ ഇതിവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോട് എന്താണ് സാധനത്തിന് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ എൻ്റെ ഒരു സ്റ്റോറി തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ആദ്യം അറ്റംപ്റ്റിൽ ജനുവരി അറ്റംപ്റ്റിൽ കഴിഞ്ഞ കൊല്ലം +2 ബോർഡ് എക്സാമിനൊപ്പം +2 ബോർഡ് എക്സാമിൻ്റെ ആ ടൈമിൽ എഴുതിയപ്പോൾ എനിക്ക് 84% ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഭയങ്കര പ്രിപ്പയർ ഒക്കെ വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര ഇതിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ജയിക്കും, എനിക്ക് എന്തായാലും പോയാൽ 97-ന്റെ മേലൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയി എഴുതിയത്. അപ്പോൾ അന്ന് എനിക്ക് 84%. അപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ വിചാരിച്ച മാതിരിയല്ല കളി. നമ്മൾ പഠിച്ചുമ്പോൾ നമുക്ക് വിചാരിക്കും തിയറി ഒക്കെ പഠിച്ചിട്ട് നമ്മളൊക്കെ അറിയാം എന്നുള്ളത് വിചാരിക്കും. ഞാൻ തിയറി മാത്രം മെയിനായി കണ്ട് പഠിച്ചു പോയിട്ടുള്ളൂ. അല്ലാതെ ഈ പ്രോബ്ലംസ് ചെയ്യലൊക്കെ പ്രാക്ടീസ് ഭയങ്കര കുറവായിരുന്നു. ഇല്ല, ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ്സിൽ പറയും പ്രോബ്ലംസ് ചെയ്യണം. അപ്പോൾ എനിക്ക് തിയറി ഒക്കെ എന്തായാലും അറിയാം. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ പ്രോബ്ലം ചെയ്യുന്നത് വന്നാൽ എന്തായാലും കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് ഉണ്ടായി കണ്ടാണ് പോയി ചെയ്തത്. അപ്പോഴാണ് 84% കിട്ടിയത്. അപ്പോൾ മനസ്സിലായി ഇത് കുറച്ചുകൂടി എഫേർട്ട് ഇടണമെന്ന്. അങ്ങനെയാണ് ഞാൻ പ്രോബ്ലംസ് ഒക്കെ ചെയ്യൽ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിന് ശേഷമാണ് ആക്ച്വലി ഞാൻ സീരിയസ് ആയി കണ്ട് നോക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഞാൻ നല്ലോണം പ്രോബ്ലംസ് ചെയ്തു, നല്ലോണം ഇതിനു വേണ്ടി ശരിക്കും നോക്കി. അതുകൊണ്ടാണ് എനിക്ക് 84-ന് 95-ക്ക് എത്താനുള്ള കാരണം, 95.6% എത്താനുള്ള ഒരു കാരണം. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു ഇതിൽ അറ്റംപ്റ്റിൽ അത്ര റാങ്ക് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡിമോട്ടിവേറ്റ് ആകേണ്ട ഒരാവശ്യമില്ല. ഈ ഒരു ഇനിയുള്ള ടൈം അടുത്ത ഫേസ് വരെയുള്ള ആ ടൈമിൽ നന്നായി
കഷ്ടപ്പെട്ടാൽ കിട്ടും. ഹാർഡ് വർക്ക് ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അതെ അതെ, നമുക്ക് ആ ഒരു ബേസ് മാത്തമാറ്റിക്സ് ഇതൊക്കെ ബേസ് കണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പേടിയില്ല, നമുക്ക് അടുത്ത ബേസിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്ത് എന്തായാലും നമുക്ക് ഷുവർ ആയിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ സനദിൻ്റെ ഒരു സ്റ്റോറി നമ്മൾ കേട്ടു. സനത് വന്ന വഴികളിൽ നേരിട്ട പ്രശ്നങ്ങളൊക്കെ കേട്ടു, അതിനെ ഓവർകം ചെയ്ത രീതിയൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഫേസ് 1 തളർന്നിരിക്കുന്ന ആളുകളോടാണ്, നമ്മൾ തളർന്നിരിക്കേണ്ട ആളുകളല്ല, പൂർവാധികം ശക്തിയോടെ നമ്മൾ പോരാടാൻ വേണ്ടി പോകേണ്ട സമയമാണിപ്പോൾ. ഫേസ് 2 നമുക്ക് അടിപൊളിയായിട്ട് എഴുതാം. അപ്പോൾ സനദേ, എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.